മുണ്ടൂർ വേളക്കോട് ഓയിൽ കമ്പനിക്ക് മുൻ ജീവനക്കാരൻ തീയിട്ടു. 3.5 കോടി രൂപയുടെ നഷ്ടം. തീയിട്ടത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട വൈരാഗ്യത്തെ തുടർന്ന്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. ജില്ലയിൽ SSLC പരീക്ഷ എഴുതുന്നത് 36,090 വിദ്യാർത്ഥികൾ. ആദ്യ പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ. ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോമ്പിന് തുടക്കമായി. വിഭൂതി തിരുനാൾ ആചരിച്ച വിശ്വാസ സമൂഹം. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. തൃശൂർ കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് നവീകരണം. കോൺക്രീറ്റിംഗ് പൂർത്തിയായ മെട്രോ ആശുപത്രി മുതൽ കൊക്കാല ജംഗ്ഷൻ വരെയുള്ള റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് അടുപ്പുകൂട്ടി സമരം നടത്തി. ആരെയും ആക്ഷേപിച്ച് മാത്രം പാരമ്പര്യമുള്ള CPM-ന് സമരം ചെയ്യുന്നവരെ അധിക്ഷേപിക്കുന്നത് അലങ്കാരമാണെന്ന് ബെന്നി ബെഹനാൻ MP. കൊടുങ്ങല്ലൂർ കോടതി പരിസരത്ത് പൊട്ടിത്തെറി. സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന എയർ കണ്ടീഷണർ ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. വാർത്തകൾ വിശദമായി. മുണ്ടൂർ വേളക്കോട് ഓയിൽ കമ്പനിയിൽ വൻ അഗ്നിബാധ. മുണ്ടൂർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഗൾഫ് ഓയിൽ എന്ന സ്ഥാപനത്തിലാണ് പുലർച്ചെ അഗ്നിബാധ ഉണ്ടായത്. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. അഗ്നിരക്ഷാസേനയുടെ തൃശൂർ കുന്നംകുളം, വടക്കാഞ്ചേരി, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. 40 വടക്കാഞ്ചേരി സ്റ്റേഷനിലാണ് നമുക്ക് ആദ്യം മെസ്സേജ് കിട്ടുന്നത്. നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് കത്തുന്ന ഒരു രീതിയിലോട്ടായിരുന്നു ഇതിൻ്റെ രീതി. കാരണം കത്തിച്ച ആൾ ഇവിടുത്തെ ഒരു ഡ്രൈവറാണ് കത്തിച്ചതെന്നാണ് പറയപ്പെടുന്നത്. മറ്റ് ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ അന്നേരം തന്നെ മെസ്സേജ് ഇവിടെ വരുമ്പോൾ തന്നെ മൊത്തം നല്ല രീതിയിൽ 4 സൈഡും കത്തുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ നമ്മൾ തൃശ്ശൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി, പിന്നെ ഫോം ഇത് പെട്രോ കെമിക്കൽ ആയതുകൊണ്ട് നമുക്ക് ഫോമിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വേണ്ടതുകൊണ്ട് നമ്മൾ ചാലക്കുടിയുള്ള ഒരു ഫോം ടെൻഡറുകൾ ഉൾപ്പെടുത്തി 12 ലിറ്ററിൻ്റെ ബൗസർ ഇതെല്ലാം ഉൾപ്പെടെ നമ്മൾ ഏതാണ്ട് 3:45-4 മണിക്ക് മുമ്പായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വർക്ക്. നഷ്ടങ്ങളൊന്നും കണക്കാക്കിയിട്ടില്ല. ബാക്കിയുള്ള തൽക്കാലം തീ അണച്ച് ബാക്കിയുള്ള സംവിധാനങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ജീവനക്കാരൻ പോലീസിൽ കീഴടങ്ങി. എളവള്ളി സ്വദേശി ടിറ്റോ തോമസ് ആണ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. സ്ഥാപനത്തിൽ നിന്നും പിരിച്ചുവിട്ടതിലുള്ള വൈരാഗ്യത്തിലാണ് തീ കൊളുത്തിയതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. SSLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. കേരളത്തിൽ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. 4,44,693 വിദ്യാർത്ഥികൾ പ്ലസ് 2 പരീക്ഷയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 1-ാം വർഷം 26,831 വിദ്യാർത്ഥികളും 2-ാം വർഷം 26,371 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. SSLC പരീക്ഷ 26-ന് അവസാനിക്കും. ജില്ലയിൽ ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത് 36,090 വിദ്യാർത്ഥികൾ. ആദ്യ ദിനം മലയാളം, സംസ്കൃതം, ഉറുദു തുടങ്ങിയ 1-ാം പേപ്പർ പരീക്ഷകളാണ് നടന്നത്. വീണ്ടും ഒരു പരീക്ഷാകാലം കൂടി അധ്യാപകരുടെ അനുഗ്രഹം വാങ്ങിയും പ്രാർത്ഥിച്ച ശേഷവുമാണ് SSLC പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികളെത്തിയത്. ജില്ലയിലെ 258 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 36,090 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. 15,300 പേർ. തൃശ്ശൂരിൽ നിന്ന് 9,943 വിദ്യാർത്ഥികളും ഇരിങ്ങാലക്കുടയിൽ നിന്ന് 10,846 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുന്നു. ആദ്യ ദിനം നടന്ന മലയാളം, സംസ്കൃതം, ഉറുദു തുടങ്ങിയ 1-ാം പേപ്പറുകൾ എളുപ്പമായിരുന്നുവെന്നാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെയും പ്രതികരണം. സംസ്കൃതം എളുപ്പം, എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. A+ കിട്ടുമെന്ന് വിചാരിക്കണം. A+ ഇട്ടെന്ന് വിചാരിക്കാം. നന്നായി എഴുതിയിട്ടുണ്ട്. സമയം കിട്ടി. എളുപ്പമായിരുന്നു. കുഴപ്പമില്ല, നന്നായി എഴുതാൻ പറ്റി. ഇത്രയാണ് A+ ഉണ്ടെന്ന് വിചാരിക്കാം. മലയാളം ഫസ്റ്റ് എക്സാം ഈസി ആയിരുന്നു. എളുപ്പമായിരുന്നു. എല്ലാ ചോദ്യങ്ങളും നല്ലോണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ. അത്യാവശ്യത്തിൽ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത കണ്ടന്റൊക്കെ വെച്ചിട്ട് എഴുതിയ മെയിൻ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അന്തരീക്ഷ താപനില ഉയർന്നതിനാൽ ഇത്തവണ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:15 വരെയാണ് SSLC പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ആദ്യ ദിനം ഭാഷാ പേപ്പറുകളായതിനാൽ രാവിലെ 11:15 പരീക്ഷകൾ കഴിഞ്ഞു. 1.5 മണിക്കൂർ സമയം മാത്രം ലഭിച്ചതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടത്ര സമയം കിട്ടിയില്ലെന്നായിരുന്നു ചില വിദ്യാർത്ഥികളുടെ പരാതി.
സമയത്തിൻ്റെ കുറച്ച് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ കുഴപ്പമായിരിക്കാം. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ടെൻഷനൊന്നും ഇല്ലാണ്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. എഴുതാത്ത സമയം കിട്ടിയില്ല, പിന്നെ 2 ക്വസ്റ്റ്യനൊക്കെ വിട്ടു. 6 മാർക്കിൻ്റെ ആയിരുന്നു. ടൈം കിട്ടിയില്ല, കുറച്ചൊക്കെ എഴുതി. എളുപ്പമുണ്ടായിരുന്നു. ടൈമൊക്കെ കിട്ടി. സംസ്കൃതമായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എളുപ്പമായിരുന്നു, നല്ല എളുപ്പമുള്ള എക്സാം ആയിരുന്നു. സംസ്കൃതമായിരുന്നു എഴുതി, എളുപ്പമായിരുന്നു. അതേസമയം SSLC പരീക്ഷ എഴുതിയതിന്റെ ആകാംക്ഷയിലും ആവേശത്തിലുമായിരുന്നു ചിലർ. ഇന്ന് മലയാളം എക്സാം ആയിരുന്നു, നല്ലോണം എഴുതാൻ പറ്റി. പാവൻ ടീച്ചറായിരുന്നു, കുഴപ്പമില്ല. അഡീഷണൽ സീറ്റൊക്കെ അത്യാവശ്യം കിട്ടി. എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു, പിന്നെ ചെറിയ ടഫ് ഉണ്ടായിരുന്നു. ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. കുഴപ്പമുണ്ടായിരുന്നില്ല, സമയം തികഞ്ഞില്ല. പിന്നെ കുറേ ഒക്കെ പേടി. SSLC ആദ്യമായിട്ടല്ല എഴുതണം, അതിൻ്റെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പരീക്ഷ അതേപോലെ തന്നെ എളുപ്പമായിരുന്നു. ഞങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വന്നത്, സിമ്പിളായിട്ട് എഴുതാവുന്ന രീതിയിൽ. നന്നായിട്ടുണ്ടായിരുന്നു, എളുപ്പമായിരുന്നു, കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റി. സംസ്കൃതം ആയതുകൊണ്ട് തന്നെ നല്ല എളുപ്പമായിരുന്നു, പെട്ടെന്ന് എഴുതാനും പറ്റി, പഠിച്ചൊക്കെ വരികയും ചെയ്തു. കുംഭഭരണിയായതിനാൽ ചൊവ്വാഴ്ച പരീക്ഷയില്ല. ബുധനാഴ്ച ഇംഗ്ലീഷ് പരീക്ഷ നടക്കും. ഉയരുന്ന വേനൽ ചൂടിനൊപ്പം പരീക്ഷാ ചൂടിലുമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ. SSLC, +2, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇനി +1 പരീക്ഷകൾ ഈ മാസം 6-ന് ആരംഭിക്കും. ക്യാമറമാരായ പ്രവീണിനും ആഷിഖ് വേലൂരിനുമൊപ്പം ശ്രീകേഷ് വള്ളാനികര, TCV ന്യൂസ്. വലിയ നോമ്പിന് തുടക്കം കുറിച്ച ക്രൈസ്തവ വിശ്വാസികൾ. നോമ്പാചരണത്തിന് തുടക്കം കുറിച്ച വിഭൂതി തിരുനാൾ ആചരിച്ചു. വിശ്വാസികൾ ഭക്തിപൂർവ്വം നെറ്റിയിൽ ചാരം കൊണ്ട് കുരിശു വരച്ചു. യേശുവിന്റെ പീഡാനുഭവ സ്മരണകളെ സ്മരിച്ചുള്ള വലിയ നോമ്പാചരണം ഈസ്റ്റർ വരെ തുടരും. വിഭൂതി തിരുനാളിനോടനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചും പ്രാർത്ഥനകളിൽ മുഴുകിയാകും നോമ്പിന്റെ നാളുകളിൽ വിശ്വാസികൾ. ഏപ്രിൽ 20 ഈസ്റ്റർ ആഘോഷത്തോടെ വലിയ നോമ്പാചരണത്തിന് സമാപനമാകും. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന വിഭൂതി തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, തൃശൂർ വ്യാകുലമാത ബസിലിക്കയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ പോളി കണ്ണുകാടനും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ നടന്ന വിഭൂതി തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സൈജോ തൈക്കാട്ടിൽ, സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ തിരുകർമ്മങ്ങളിൽ പങ്കുചേർന്നു. പൊങ്ങണംകാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ വിഭൂതി തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ കൂർക്കഞ്ചേരി കുറുപ്പം റോഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായുള്ള മെട്രോ ആശുപത്രി മുതൽ കൊക്കാല ജംഗ്ഷൻ വരെയുള്ള കോൺക്രീറ്റിംഗ് പൂർത്തിയായതോടെ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. മേയർ MK വർഗീസാണ് റോഡ് തുറന്നു നൽകിയത്. ACP സലീഷ് ശങ്കരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, കൌൺസിലർ മുകേഷ് കുളപ്പറമ്പിൽ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായി. 2.5 കോടി രൂപ ചിലവഴിച്ചുള്ള 3ാം ഘട്ട നിർമ്മാണം പൂർത്തിയായി. റോഡ് തുറന്നതോടെ കൂർക്കഞ്ചേരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കൊക്കാല ജംഗ്ഷനിലെത്തി ഇടത്തോട്ട് തിരിഞ്ഞ് KSRTC സ്റ്റാൻഡ് വഴി പോകാനുള്ള സൌകര്യമായി. ഈ മാസം 12ഓടെ വെളിയന്നൂർ ജംഗ്ഷൻ വരെ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാകുമെന്നും അടുത്ത മാസം തുടക്കത്തിൽ തന്നെ റോഡിന്റെ നിർമ്മാണം മുഴുവൻ പൂർത്തിയാക്കി റോഡ് പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു നൽകാനാകുമെന്നും കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. അതേസമയം റോഡ് തുറന്ന് ഗതാഗതം ആരംഭിച്ചതോടെ രൂക്ഷമായ പൊടിശല്യം മൂലം ദുരിതത്തിലായിരിക്കുകയാണ് ഇരുവശത്തുമുള്ള സ്ഥാപനങ്ങൾ. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ഐക്യദാർഢ്യ സമരം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ആനുകൂല്യങ്ങൾ നിഷേധിച്ചതിന് മാത്രമല്ല, സമരത്തോടുള്ള സർക്കാരിന്റെ സമീപനത്തിലെ എതിർപ്പ് കൂടിയാണ് കോൺഗ്രസ് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു.
ആരെയും ആക്ഷേപിച്ച് മാത്രം പാരമ്പര്യമുള്ള പാർട്ടിക്ക് സമരം ചെയ്യുന്നവരെ അധിക്ഷേപിക്കുന്നതും ഒരു അലങ്കാരമാണ്. സർക്കാരിന്റെ ഈ സമീപനം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യമല്ല, ഒപ്പമാണ് കോൺഗ്രസ്. അക്രമകാരികളെയും കൊലപാതകികളെയും പ്രോത്സാഹിപ്പിക്കുന്നത് പിണറായി സർക്കാരും ഇടതുപക്ഷ നേതാക്കളുമാണ്. ഇതാണ് സംസ്ഥാനത്ത് നടക്കുന്ന ആക്രമണങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ MLA-മാരായ MP വിൻസെന്റ്, PA മാധവൻ, അനിൽ അക്കര, മുൻ DCC പ്രസിഡന്റുമാരായ ജോസ് വള്ളൂർ, O അബ്ദുറഹ്മാൻ കുട്ടി, മുൻ UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, KPCC സെക്രട്ടറിമാരായ ജോൺ ഡാനിയേൽ, രാജേന്ദ്രൻ അരങ്ങത്ത്, മുൻ മേയർമാരായ IP പോൾ, രാജൻ J പല്ലൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ പൊട്ടിത്തെറി. കോടതി വളപ്പിന് പുറത്തു നിർത്തിയിരുന്ന സ്കൂട്ടറിലുണ്ടായിരുന്ന ബാഗിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. എയർ കണ്ടീഷണറിൽ നിറയ്ക്കുന്ന ഗ്യാസിന്റെ സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. വടക്കേനടയിൽ കോടതി പരിസരത്തായിരുന്നു സംഭവം. വലിയ ശബ്ദത്തോടെയുണ്ടായ പൊട്ടിത്തെറി പരിസരത്തുണ്ടായിരുന്നവരെ ആശങ്കയിലാക്കി. തിരുവമ്പാടി ദേവസ്വം ഓഫീസിന് മുൻപിൽ പ്രസിഡന്റ് സുന്ദർ മേനോനെതിരെ പ്രതിഷേധവുമായി ഹീവാൻ നിക്ഷേപ കൂട്ടായ്മ. പൂങ്കുന്നം ചക്കാമുക്ക് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഹീവാൻ നിധി ലിമിറ്റഡ്, ഹീവാൻ ഫിനാൻസ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടവരാണ് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റായ പത്മശ്രീ TA സുന്ദർ മേനോൻ വീണ്ടും ചുമതലയേൽക്കുന്നത് തടയണമെന്ന ആവശ്യവുമായി തിരുവമ്പാടി ദേവസ്വം ഓഫീസിന് മുൻപിലെത്തിയത്. ഈ ആവശ്യമുന്നയിച്ച് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിക്ക് നിവേദനം സമർപ്പിച്ചു. TA സുന്ദർ മേനോൻ ചെയർമാൻ പദവിയിലുണ്ടായിരുന്ന ഹീവാനിൽ നിക്ഷേപിച്ച 400-ലേറെ ആളുകൾക്ക് 30 കോടിയോളം രൂപയാണ് നഷ്ടപ്പെട്ടത്. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 6 മാസത്തോളം ജയിലിൽ കിടന്നതിനു ശേഷം തങ്ങളുടെ നിക്ഷേപ സംഖ്യ തിരിച്ചു തരാതെ വീണ്ടും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സ്ഥാനമേൽക്കാൻ അനുവദിക്കരുതെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. സാമൂഹ്യ നീതിക്കെതിരാണ്. ഏകദേശം 100 കേസുകളുണ്ട്. എന്നിട്ട് നമ്മുടെ തൃശ്ശൂർ പൂരമുള്ള ഈ തിരുവമ്പാടിയുടെ പരിപാവനമായ അമ്പലത്തിലത്തെ തലപ്പത്ത് ഒരാൾ ഇരിക്കുന്നത് ശരിയാണോ? ഇവർ തന്നെ കമ്മിറ്റിക്കാരിൽ തന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിനെ ഇടപെടുന്നില്ല. എന്തായാലും ഞങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. ഇത് കൂടാണ്ട് മറ്റ് 4 പേരുണ്ട്. ശ്രീനിവാസനുണ്ട്, ബിജു മണികണ്ഠനുണ്ട്, അനിൽകുമാറുണ്ട്. 4 പേര് ഇതിട്ട് വേറെ. കുന്നംകുളം താലൂക്ക് ആശുപത്രി ശുചിമുറിയിൽ തലയടിച്ച് വീണ വയോധികന് ദാരുണാന്ത്യം. പുത്തൂർ സ്വദേശി വടക്കോട്ട് വീട്ടിൽ 84 വയസ്സുള്ള പൗലോസ് ആണ് മരിച്ചത്. ഇന്നലെ പുലർച്ചെയാണ് താലൂക്ക് ആശുപത്രിയിലെ ശുചിമുറിയിൽ തലയടിച്ച് വീണ് തല പൊട്ടിയ നിലയിൽ പൗലോസിനെ ആശുപത്രിയിലെ ശുചീകരണ തൊഴിലാളികൾ കണ്ടെത്തിയത്. ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ മരണം സ്ഥിരീകരിച്ചു. ഫെബ്രുവരി 28-നാണ് ശ്വാസം മുട്ടിനെ തുടർന്ന് പൗലോസിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ തുണയ്ക്കായി ഭാര്യ റോസി ഉണ്ടായിരുന്നുവെങ്കിലും തനിച്ചാണ് പൗലോസ് ശുചിമുറിയിലേക്ക് പോയത്. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി കോൺഗ്രസ് ന്യൂനപക്ഷ സെൽ. തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡുകൾ തോറും കുടുംബ സദസ്സുകൾ സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്തു. DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ വിനോദ് മാടവൻ അധ്യക്ഷനായി. TD ഫ്രാൻസിസ്, AR കൃഷ്ണൻകുട്ടി, K ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്ന മറുപടിയല്ലാതെ മറ്റൊന്നും ഇതിന് ഒരു ബദലായി ഉയരുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. അത്തരമൊരു സാഹചര്യത്തിൽ 4 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി 97ാമത് ഓസ്കാർ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ തിളങ്ങി അനോറ. മികച്ച സിനിമ, സംവിധാനം, നടി, ഒറിജിനൽ സ്ക്രീൻ പ്ലേ എന്നിവയ്ക്കുള്ള അവാർഡുകൾ അനോറ സ്വന്തമാക്കി. മികച്ച നടൻ ഏഡ്രിയൻ ബ്രോഡി. ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ പകർന്നാട്ടത്തിനാണ് ബ്രോഡി മികച്ച നടനുള്ള പുരസ്കാരം ഒരിക്കൽ കൂടി നേടിയത്. ലൈംഗിക തൊഴിലാളിയായി ഉള്ളിൽ തട്ടുന്ന പ്രകടനം നടത്തിയാണ് മിക്കി മാഡിസൺ അനോറയിലെ കഥാപാത്രത്തെ ഉജ്ജ്വലമാക്കിയത്. സ്ത്രീ പീഡന കേസുകളിൽ സ്ത്രീകളുടെ മൊഴി മാത്രം കേട്ടല്ല, വിശദമായ അന്വേഷണം നടത്തി വ്യാജ പരാതിയല്ലെന്ന് ബോധ്യപ്പെട്ടാലേ തുടർ നടപടി വേണ്ടൂ എന്ന ഹൈക്കോടതി നിർദ്ദേശം പുരുഷ കമ്മീഷൻ രൂപീകരിക്കണമെന്നതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ. രാജ്യത്തുണ്ടാകുന്ന സ്ത്രീപീഡന കേസുകളിൽ ഭൂരിപക്ഷവും വ്യാജ പരാതികളാണെന്ന് തെളിയിക്കുന്നതാണ് സ്ഥിതിവിവര കണക്കുകളെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ രൂപീകരിച്ചതുപോലെ പുരുഷ കമ്മീഷനും രൂപീകരിക്കണമെന്ന ആവശ്യവുമായി നടത്തുന്ന പ്രചാരണ പരിപാടികളുടെ ഭാഗമായി തൃശ്ശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതിനൊരു വിധിന്യായം വന്നിട്ടുള്ളത്. ഒരു സ്ത്രീ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കേണ്ടതില്ല എന്ന് കോടതി ഒരു ഒബ്സർവേഷൻ പറയുകയല്ല, വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്.
അതായത് മുമ്പുള്ള നിയമത്തിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ, പൊസിഷൻ എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയുടെ മൊഴിക്ക് വൈരുദ്ധ്യങ്ങൾ ഇല്ലെങ്കിൽ പുരുഷനെതിരെയുള്ള കേസുമായി മുമ്പോട്ട് പോകാം. പുരുഷനെതിരെ തെളിവുകൾ വേണമെന്ന കാര്യമില്ല. പുരുഷനെ ശിക്ഷിക്കാൻ പോലും നമ്മുടെ നിയമത്തിൽ ഒരു സ്ത്രീയുടെ മൊഴിക്ക് വൈരുദ്ധ്യം മാത്രം ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. ഇതാണ് നിയമത്തിന്റെ സെറ്റിൽഡ് പൊസിഷൻ. ഒരുപക്ഷെ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ സ്ത്രീകളെ അല്ലെങ്കിൽ ഇങ്ങനെ പരാതി പറയുന്ന എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് ബഹുമാനപ്പെട്ട ഒരു ഹൈക്കോടതി പറയുന്നത്. കണ്ണൂർ സ്വദേശി കെ നൌഷാദിന്റെ കേസിൽ ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ പ്രസ്തുത വിധി ചരിത്രപരമാണ്. ഹൈക്കോടതിയുടെ വിധിന്യായമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായ പ്രാധാന്യവും നിയമപരമായ പ്രസക്തിയും അതിനുണ്ട്. മൊഴിയുള്ളതുകൊണ്ട് മാത്രം മതിയാകില്ല, വിശദമായ അന്വേഷണം നടത്തണമെന്നും ഇരുഭാഗങ്ങളിലെ വ്യക്തികൾക്ക് പറയാനുള്ളത് പോലീസ് ശ്രദ്ധയോടെ കേൾക്കണമെന്നും വ്യാജപരാതികൾ ഒരു വ്യക്തിക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണമെന്നുമാണ് കോടതി വിധിന്യായത്തിൽ പരാമർശിച്ചത്. താൻ ഉൾപ്പെടെ പുരുഷ കമ്മീഷന് വേണ്ടി വാദിക്കുന്നവർ കഴിഞ്ഞ കുറേ കാലമായി സമൂഹത്തിൽ ഉയർത്തുന്ന വാദഗതികളാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിധിന്യായത്തിലൂടെ പരാമർശിച്ചത്. പുരുഷന്മാരെ വ്യാജ ലൈംഗികാരോപണത്തിന്റെ പേരിൽ ക്രിമിനൽ കേസുകളിൽ പെടുത്തുന്ന പ്രവണത വർദ്ധിക്കുകയാണ്. വ്യാജ പരാതികൾക്കിരയാകുന്ന പുരുഷന്മാർക്ക് നീതിക്കായി സമീപിക്കാൻ ഒരിടം അത്യാവശ്യമാണ്. ഇതിന് പരിഹാരമായി തയ്യാറാക്കിയ സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ സ്പീക്കറുടെ അനുമതിക്കായി എൽദോസ് കുന്നപ്പള്ളി MLA സമർപ്പിച്ചത് ഉടൻ പരിഗണിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോയ് അറയ്ക്കൽ, സെക്രട്ടറി ഗിരീഷ് കർത്ത എന്നിവരും വാർത്താസമ്മേളനത്തിൽ സന്നിഹിതരായി. TCV ന്യൂസ്, തൃശൂർ. കയ്പമംഗലം ചെളിങ്ങാട് നുസ്രത്തുൽ അനാം ചാരിറ്റബിൾ ട്രസ്റ്റ് റംലാൻ മാസത്തിൽ 29 വർഷമായി നൽകിവരുന്ന ജീരകക്കഞ്ഞി വിതരണത്തിന് തുടക്കമായി. ചെളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദ് ഇമാം മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ പെരുമറ്റം പ്രാർത്ഥന നിർവഹിച്ചു. നുസ്രത്തുൽ അനാം കമ്മിറ്റി പ്രസിഡന്റ് PMA ജബ്ബാർ, ജനറൽ സെക്രട്ടറി ഖാദർ ചൂലുകാരൻ, ഭാരവാഹികളായ അബൂബക്കർ കറപ്പം വീട്ടിൽ, ഹൈദരാലി തട്ടാർകുഴി, ഹനീഫ പുതിയ വീട്ടിൽ, അബൂബക്കർ പുതിയ വീട്ടിൽ, ഉസ്മാൻ ഹാജി, അബൂബക്കർ ഹാജി, അബ്ദുലു കൊറ്റായിപ്പറമ്പിൽ തുടങ്ങിയവർ സന്നിഹിതരായി. ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത സംഗീത പ്രതിഭ രവീന്ദ്രൻ മാഷ് ഓർമ്മയായിട്ട് ഇന്നേക്ക് 20 വർഷം. പിന്നണി ഗായകനായാണ് രവീന്ദ്രൻ മാഷ് മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവന്നത്. ഗായകനിൽ നിന്ന് രവീന്ദ്രനെ സംഗീത സംവിധായകനിലേക്ക് വഴിതിരിച്ചുവിട്ടത് യേശുദാസാണ്. 1979 പുറത്തിറങ്ങിയ ചൂള എന്ന ചിത്രത്തിലൂടെ രവീന്ദ്രൻ സംഗീത സംവിധായകനായി. പിന്നീട് താരകെ മിഴിയിതളിൽ കണ്ണുനീരുമായി എന്ന ഗാനം ചിട്ടപ്പെടുത്തി. കുളത്തുപുഴ രവി അങ്ങനെ രവീന്ദ്രൻ മാസ്റ്റർ എന്ന സംഗീത സംവിധായകനായി. 1981 റിലീസായ തേനും വയമ്പും എന്ന സിനിമയിലെ ഹിറ്റ് ഗാനങ്ങളാണ് അദ്ദേഹത്തിന് മലയാള സിനിമയിൽ സ്വന്തമായൊരു ഇരിപ്പിടം നേടിക്കൊടുത്തത്. മാഷിന്റെ ഓരോ ഗാനവും മലയാളി പ്രേക്ഷകർക്ക് പകർന്നു നൽകിയത് വ്യത്യസ്ത അനുഭവങ്ങളാണ്. മലയാളികൾ പാടി നടക്കുന്ന ക്ലാസിക് പാട്ടുകൾ ഏറെയും മാസ്റ്ററുടെ സംഗീതമാണ്. പരിഭവങ്ങളിൽ മൂടി നിർത്തുമി വിരഹവേള തന്നൊമ്പരം ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എന്റെ ജീവനിൽ പങ്കിടാം. മലയാളത്തിന് പുറമെ 8ഓളം തമിഴ് ചിത്രങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചു. 10ലധികം ഗാനങ്ങൾ അദ്ദേഹം പിന്നണി പാടി. യേശുദാസിന്റെ ആലാപന മികവിനെ ഏറ്റവുമധികം ഉപയോഗപ്പെടുത്തിയ സംഗീത സംവിധായകരിൽ പ്രമുഖനാണ് രവീന്ദ്രൻ. പ്രമദവനം, ഹരിമുരളീരവം, രാമകഥാ ഗാനലയം, സുഗമോ ദേവി തുടങ്ങി രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന ഹിറ്റ് ഗാനങ്ങൾ ഏറെയാണ്. മധുമൊഴിരാതെ നിന്നെ തേടി അലയുകയാണൊരു മാധവ ജന്മം. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക പരാമർശം, 2 തവണ സംസ്ഥാന പുരസ്കാരം കൂടാതെ മറ്റ് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. 7 സ്വരങ്ങളും തഴുകിവന്ന സംഗീത മികവ് തേനും വയമ്പുമായി എന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കും. സംഗീതമുള്ളിടത്തോളം കാലം രവീന്ദ്രൻ ഈണമിട്ട ഗാനങ്ങളും നിലനിൽക്കും. ആനന്ദ നടനം ആടിനാർ, ആനന്ദ നടനം ആടിനാർ, ആനന്ദ നടനം ആടിനാർ, ആനന്ദ
നടനം ആടിന. എന്റർടൈൻമെന്റ് ഡെസ്ക് TCV. വടക്കാഞ്ചേരി അമ്പലപുരത്തെ അക്ഷരമുത്തശ്ശിക്ക് 107 വയസ്സ്. കേരള കലാമണ്ഡലം സ്ഥാപക സെക്രട്ടറി മണക്കുളം മുകുന്ദരാജ സ്ഥാപിച്ച അമ്പലപുരം ദേശവിദ്യാലയം UP സ്കൂളിൽ വാർഷികാഘോഷത്തിന് തുടക്കമായി. അധ്യാപക രക്ഷാകർതൃ ദിനവും വിരമിക്കുന്ന അധ്യാപകർക്കുമുള്ള യാത്രയയപ്പും സേവ്യർ ചുറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക സതീദേവി, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ MR അനൂപ് കിഷോർ, കൌൺസിലർ മധു അമ്പലപുരം, PTA പ്രസിഡന്റ് KK ഷിഖി തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര യൂണിയൻ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കത് കേൾക്കുമ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് തോന്നുന്നു. കാരണം നമ്മുടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത്, എരുമപ്പെട്ടി പഞ്ചായത്ത്, എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗർഭാശയ സ്തനാർബുദ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AK ടോണി, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 5 പഞ്ചായത്തിനും കൂടി ഒരു ദിവസം മാമോഗ്രാമുകാരെ അതിൽ നിന്ന് അതിന്റെ അപ്പൊ അതാണ് നമ്മളിപ്പോ തോന്നുന്നത് മാമോഗ്രാം എന്ന പരിശോധന പിടിച്ചാൽ ഒരു ടെൻഷനും ആരും വേണ്ട, ആർക്കും വേണ്ട. ചാലിശ്ശേരി പൂരത്തിന് എഴുന്നള്ളിപ്പിനായി ഉദ്ദേശിച്ച ആനയെ ഒഴിവാക്കിയ തുക നിർധന കുടുംബത്തിന്റെ വീട് പുനർനിർമ്മാണത്തിനായി മാറ്റിവെച്ച നവയുഗ പൂരാഘോഷ കമ്മിറ്റിക്ക് 1 ലക്ഷം രൂപ നൽകി ചാരിറ്റബിൾ സൊസൈറ്റി. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് 1 ലക്ഷം രൂപ പൂര കമ്മിറ്റിക്ക് നൽകിയത്. ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ, സെക്രട്ടറി ഷമീർ ഇഞ്ചക്കാലിൽ എന്നിവർ 1 ലക്ഷം രൂപയുടെ ചെക്ക് പൂരാഘോഷ കമ്മിറ്റി രക്ഷാധികാരി KK പ്രേമൻ, പ്രസിഡന്റ് MS മനു, സെക്രട്ടറി NS സനൂപ് എന്നിവർക്ക് കൈമാറി. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ എഴുന്നള്ളിപ്പിനായി 5,03,000 രൂപ ഏക്കത്തുക കരാർ ഉറപ്പിച്ചിരുന്ന കൊമ്പനെ ഒഴിവാക്കുകയും ഈ സംഖ്യ ഉപയോഗിച്ച് പ്രദേശത്തെ നിർധന കുടുംബത്തിന് വീടുപണി പൂർത്തിയാക്കുന്നതിനായി നൽകാൻ കമ്മിറ്റി തീരുമാനിക്കുകയുമായിരുന്നു. CITUവിന് കീഴിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിയൻ സ്ഥാപക നേതാവും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാനുമായിരുന്ന KV ജോസ് അനുസ്മരണം സംഘടിപ്പിച്ചു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ഷീജ വത്സൻ അധ്യക്ഷത വഹിച്ചു. CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. PC ഉമേഷ്, MK അശോകൻ, KD അപ്പച്ചൻ, അൻവർ സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 23-ന് കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യൂണിയൻ ഏരിയ സമ്മേളനത്തിന്റെ വിജയത്തിനായുള്ള സംഘാടക സമിതി രൂപീകരണവും ഇതോടൊപ്പം നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ സൗജന്യ യാത്ര, സ്റ്റിക്കർ പതിക്കാൻ അനുവദിക്കില്ല തുടങ്ങിയ സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ തൊഴിലാളി വിരുദ്ധ നയം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അയ്യന്തോൾ RTO ഓഫീസിലേക്ക് ഓട്ടോ തൊഴിലാളികൾ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KV ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന ഭാരവാഹികളായ TS ബൈജു, PG ജയപ്രകാശ്, യൂണിയൻ ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ, KM അഷ്റഫ്, KK മുബാറക്, PC ഉമേഷ്, യൂണിയൻ ജില്ലാ സെക്രട്ടറി PK പുഷ്പാകരൻ, തൃശൂർ ഏരിയ സെക്രട്ടറി AM ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. യൂണിയന്റെ നേതൃത്വത്തിൽ ഉച്ചവരെ തൊഴിലാളികൾ പണിമുടക്കിയും പ്രതിഷേധിച്ചു. മീറ്റർ ഇടാതെ ഓടുന്നതായിട്ടുള്ള എല്ലാ ഓട്ടോറിക്ഷകളും അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന തരത്തിൽ ആ മേഖലയെ തകർക്കുന്ന. മനക്കുടി സൗത്ത് 9-ാം വാർഡിൽ വീടിന് മുകളിലേക്ക് മാവ് കടപുഴകി വീണു. ആർക്കും പരിക്കില്ല. കാട്ടുകൊല്ലൻ ശിവരാമന്റെ വീടിന് മുകളിലേക്കാണ് കാറ്റിൽ മാവ് കടപുഴകി വീണത്. ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ ഒരു ഭാഗത്ത് വിള്ളൽ സംഭവിക്കുകയും മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ ടാങ്ക് തകരുകയും ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് അംഗം K രാഗേഷ് സ്ഥലത്തെത്തിയിരുന്നു.
വെറ്റിലപ്പാറയിലെ ഷാജി പാപ്പന്റെ തട്ടുകട കേന്ദ്രീകരിച്ച് വീണ്ടും ജീവകാരുണ്യ പ്രവർത്തനം. വെട്ടിക്കുഴി വടക്കേത്തല സുമേഷ് ഷീജ ദമ്പതികളുടെ മകൾ സേതുലക്ഷ്മിയുടെ ജീവൻ രക്ഷിക്കാനാണ് ഷാജി പാപ്പനും നാട്ടുകാരും ഒരിക്കൽ കൂടി ബക്കറ്റുകളുമായി നിരത്തിലിറങ്ങിയത്. ഷാജി പാപ്പന്റെ തട്ടുകടയിൽ ഒരു ദിവസത്തെ വരുമാനവും ചികിത്സാ സഹായത്തിന് നൽകും. 22-കാരിയും MBA വിദ്യാർത്ഥിനിയുമായ സേതുലക്ഷ്മിക്ക് മെനഞ്ചൈറ്റിസ് എന്ന രോഗമാണ്. രാജഗിരി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന സേതുലക്ഷ്മിക്ക് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സയ്ക്ക് ആവശ്യം 10 ലക്ഷം രൂപയാണ്. പണത്തിന് പരസഹായം തേടുകയല്ലാതെ മറ്റു മാർഗമില്ല. പച്ചക്കറിക്കടയിലെ ജോലിക്കാരനായ സുമേഷിന് 3 പെൺമക്കളാണ്. ഇവരുടെ ദുരിതം മനസ്സിലാക്കിയാണ് ഷാജി പാപ്പനും സംഘവും 13ാമത്തെ ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്തത്. കടയിലെയും നിരത്തിലെയും പണശേഖരണത്തിന് പുറമെ വെറ്റിലപ്പാറയിലെ കൂട്ടായ്മ സുമനസ്സുകളെ കണ്ടെത്തിയും സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ SBI കുറ്റിച്ചിറ ബ്രാഞ്ചിലെ 33206363 എന്ന അക്കൗണ്ട് നമ്പറിൽ അയക്കാവുന്നതാണ്. ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മറ്റത്തൂരിൽ ജെൻഡർ സെമിനാറും കിടപ്പു രോഗികൾക്ക് മെഡിക്കൽ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം KS ബിജു ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ADS പ്രസിഡന്റ് രാജിഷ സജീവൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ ജെൻഡർ റിസോഴ്സ് പേഴ്സൺ ശാലിനി ജോയ്, രജനി രാമൻ, ഷാജു കാവുങ്കൽ, ജയ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പഴയന്നൂർ വടക്കേത്തറ മാരിയമ്മൻ കിഴക്കേ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ഉത്സവത്തോടനുബന്ധിച്ച പ്രഭാഷണം, ഉടുക്കുപാട്ട്, ഉത്സവക്കളി തുടങ്ങിയവ നടക്കും. ശനിയാഴ്ച വൈകിട്ട് 3-ന് പൊങ്കൽ പൂജ, രാത്രി 8-ന് മഞ്ഞൾ നീരാട്ടം, തുടർന്ന് ഗായത്രി പുഴയിൽ കുംഭം നിമജ്ജനത്തോടെ ഉത്സവത്തിന് സമാപനമാകും. പെരുവല്ലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പാവറട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 18 കാവുകൾക്ക് ഉത്സവമായി ചൊവ്വാഴ്ചയാണ് കുംഭഭരണി മഹോത്സവം. പൂരം എഴുന്നള്ളിപ്പിൽ 14 ദേശങ്ങളിൽ നിന്നായി 15 ഗജവീരന്മാർ അണിനിരക്കും. വൈകിട്ട് 6-ന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. 50-ൽ പരം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് വെള്ളിത്തിരുത്തി ഉണ്ണിനായിരം സംഘവും ചെണ്ടമേളത്തിന് നേതൃത്വം നൽകും. വലിയ പുരയ്ക്കൽ ആര്യനന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും. 3 ദേശങ്ങളിൽ നിന്ന് ശിങ്കാരിമേളം, നാദസ്വരം, തെയ്യം, കാവടി എന്നീ കലാരൂപങ്ങളും എത്തിച്ചേരും. ട്രസ്റ്റി K കുഞ്ഞുണ്ണി, T സുരേഷ് കുമാർ, CN സോമനാഥൻ, സാബു പിള്ളാട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വഴിയാത്രക്കാർക്ക് നോമ്പുതുറ സൗകര്യം ഒരുക്കി ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ഒറ്റപ്പാലം MP ഗോവിന്ദമേനോൻ മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് നോമ്പുതുറ ഒരുക്കിയിരിക്കുന്നത്. റമദാൻ മാസത്തിൽ 30 ദിവസവും നോമ്പുതുറ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയരാജൻ പറഞ്ഞു. ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത്, N വിജയകുമാർ, ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ K കബീർ, TS മുഹമ്മദ് സാലിഹ്, NK കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 4-5 തീയതികളിൽ ന്യൂഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ നടക്കുന്ന ദേശീയ വനിതാ സെമിനാറിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VP പങ്കെടുക്കും. സംസ്ഥാനത്തെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വനിതാ ജനപ്രതിനിധികളെയാണ് സെമിനാറിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് പഞ്ചായത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അശ്വതി VP സെമിനാറിൽ അവതരിപ്പിക്കും. നേരത്തെ ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര വാട്ടർ സമ്മിറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് അശ്വതി VP പങ്കെടുത്തിരുന്നു. ബീഹാറിൽ നടന്ന ദേശീയ സെമിനാറിലും കേരളത്തിൽ നിന്നുമുള്ള 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളായ അശ്വതി വിഷയാവതരണം നടത്തിയിരുന്നു. പാവറട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ വലിയ നോമ്പിലെ ബുധനാഴ്ച ആചരണവും സൗജന്യ നേർച്ച ഊട്ടും ബുധനാഴ്ച ആരംഭിക്കുമെന്ന് തീർത്ഥകേന്ദ്രം ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. വലിയ നോമ്പിലെ 7 ബുധനാഴ്ചകളിലായാണ് ആചരണം നടക്കുന്നത്. ബുധനാഴ്ചകളിൽ കാലത്ത് 5:30, 7 മണി, 8:15 വൈകിട്ട് 5 മണി, 7 മണി എന്നീ സമയങ്ങളിൽ ദിവ്യബലിയും മറ്റ് തിരുക്കർമ്മങ്ങളും നടക്കും. രാവിലെ 10-ന് ദിവ്യബലി, തുടർന്ന് സൗജന്യ നേർച്ചയൂട്ടും കുട്ടികൾക്കുള്ള ആദ്യ ചോറൂണും ഉണ്ടാകും. 20,000-ഓളം വിശ്വാസികൾ സൗജന്യ നേർച്ചയൂട്ടിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, പിയൂസ് പുലിക്കോട്ടിൽ, KJ വിൻസെന്റ്, NJ ലിയോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കാറളം സഹകരണ ബാങ്കിന് മുന്നിൽ ബി.ജെ.പി. പ്രവർത്തകർ ധർണ നടത്തി. മുക്കുവണ്ടം പണയം തട്ടിപ്പുകാരെയും കൂട്ടുനിന്ന ഭരണസമിതിയെയും ജയിലിലടയ്ക്കുക, ഓഡിറ്റ് ക്രമക്കേട് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ബി.ജെ.പി. കാറളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി A.R. അജിഘോഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഇൻചാർജ് അജയൻ തറയിൽ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട മണ്ഡലം മുൻ പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട്, V.C. രമേശ്, വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കോവിൽ പറമ്പിൽ, സെക്രട്ടറി T.K. ഷാജു, വാർഡ് മെമ്പർ സരിത വിനോദ്, രാജൻ കുഴുപ്പുള്ളി എന്നിവർ സംസാരിച്ചു. ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ അശാസ്ത്രീയമായ ഫെയർ മീറ്റർ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി RTO ഓഫീസിന് മുൻപിൽ സർക്കുലർ കത്തിച്ച് ധർണ നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് VR ശ്രീകാന്ത് അധ്യക്ഷനായി. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് TS മായാദാസ്, INTUC മണ്ഡലം പ്രസിഡന്റ് KH സിദ്ദിഖ്, മണ്ഡലം ഭാരവാഹികളായ KK സനീഷ്, പോൾ തൈക്കാടൻ, വിജയൻ പാർലിക്കാട്, അബ്ദുൽ കലാം തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാറിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് റെസ്റ്റ് ഹൌസ് നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. CC മുകുന്ദൻ MLAയുടെ സബ്മിഷന് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി. 2 കോടി രൂപ റെസ്റ്റ് ഹൌസിനായി ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭാവഗായകൻ P. ജയചന്ദ്രനും മകൻ ദിനനാഥ് ജയചന്ദ്രനും ആലപിച്ച കൃഷ്ണഭക്തിഗാനം മഞ്ജുളയാലിൽ തൃശൂർ പ്രസ് ക്ലബ്ബിൽ പ്രകാശനം ചെയ്തു. പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ P. ജയചന്ദ്രന്റെ പത്നി ലളിത ജയചന്ദ്രൻ ഗാനത്തിന്റെ CD ഗാനരചയിതാവ് BK ഹരിനാരായണന് കൈമാറി പ്രകാശനം നിർവഹിച്ചു. P. ജയചന്ദ്രൻ ഒക്ടോബറിൽ ആലപിച്ച കൃഷ്ണഭക്തിഗാനം ചില സാങ്കേതിക കാരണങ്ങളാൽ പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ ദിനനാഥ് ജയചന്ദ്രൻ അച്ഛൻ പാടിയ ഗാനം പാടി പൂർത്തീകരിക്കുകയുമായിരുന്നു. മഞ്ജുളാലിൻ ഇലകളിൽ പോലും മർമ്മസ്തുതിയായി കൃഷ്ണഭക്തിയുണ്ടെന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് P. മധുസൂദനനാണ്. സാഗരം ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലാണ് ഗാനം റിലീസ് ചെയ്തിരിക്കുന്നത്. P. ജയചന്ദ്രന്റെ മകൾ ലക്ഷ്മി ജയചന്ദ്രൻ, ഗാനരചയിതാവ് P. മധുസൂദനൻ, ഗീതം സംഗീതം പ്രസിഡന്റ് മുഹമ്മദ് റഷീദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായി R. മോഹൻകുമാറിനെ തിരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറിയായി M. കൃഷ്ണകുമാറിനെയും ട്രഷററായി KR. അജിത്തിനെയും തിരഞ്ഞെടുത്തു. തൃശൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി ലോവർ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 16ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിബീഷ് ബാബു അധ്യക്ഷനായി. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. സ്റ്റാഫ് സെക്രട്ടറി TV ഹരിത, പ്രധാനാധ്യാപിക അർച്ചന സുനിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, കുമാരമംഗലം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രമിത പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ നല്ല രീതിയിൽ നല്ല നടത്തറ അവലിശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ മണ്ണുത്തി സംഗീത ഭാരതിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഭക്തിഗാനസുധ ശ്രദ്ധേയമായി. മണ്ണുത്തി സംഗീത ഭാരതി അവതരിപ്പിച്ച ഭക്തിഗാനസുധയിൽ ശ്രീ സുനിൽകുമാർ, രചന അംബിക, ഭഗീരഥി രാജേഷ്, വിനോദ്, ബീന ബി മേനോൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7945, പവന് 63,560. വെള്ളി ഗ്രാമിന് 105, പ്ലാറ്റിനം ഗ്രാമിന് 3326 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടൂർ വേളക്കോട് ഓയിൽ കമ്പനിക്ക് മുൻ ജീവനക്കാരൻ തീയിട്ടു. 3.5 കോടി രൂപയുടെ നഷ്ടം. തീയിട്ടത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട വൈരാഗ്യത്തെ തുടർന്ന്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. ജില്ലയിൽ SSLC പരീക്ഷ എഴുതുന്നത് 36,090 വിദ്യാർത്ഥികൾ. ആദ്യ പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ. ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോമ്പിന് തുടക്കമായി. വിഭൂതി തിരുനാൾ ആചരിച്ച വിശ്വാസ സമൂഹം. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. തൃശൂർ കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് നവീകരണം. കോൺക്രീറ്റിംഗ് പൂർത്തിയായ മെട്രോ ആശുപത്രി മുതൽ കൊക്കാല ജംഗ്ഷൻ വരെയുള്ള റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കോൺഗ്രസ് അടുപ്പുകൂട്ടി സമരം നടത്തി. ആരെയും ആക്ഷേപിച്ചു മാത്രം പാരമ്പര്യമുള്ള CPM-ന് സമരം ചെയ്യുന്നവരെ അധിക്ഷേപിക്കുന്നത് അലങ്കാരമാണെന്ന് ബെന്നി ബെഹനാൻ MP. കൊടുങ്ങല്ലൂർ കോടതി പരിസരത്ത് പൊട്ടിത്തെറി. സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന എയർ കണ്ടീഷണർ ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.